ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് OET സ്കോർ ചെയ്യാൻ പറ്റി. ഈ അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം. For admissions call 7594054282. വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സഹകരണ ബാങ്കുകളുടെയും സംയുക്താഭിമുഖ്യത്തിൽ കർഷക ദിനാഘോഷവും മാതൃകാ കർഷകരെ ആദരിക്കലും സംഘടിപ്പിച്ചു. ആന്റണി ജോൺ MLA പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. വാരപ്പെട്ടി പഞ്ചായത്തിൽ കർഷക ദിനാഘോഷവും മാതൃകാ കർഷകരെ ആദരിക്കലും സംഘടിപ്പിച്ചു. കർഷകർക്ക് അംഗീകാരവും പരിരക്ഷയും ഉറപ്പുവരുത്തുന്നതിന് കേരള സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ പരിപാടികളുടെ ഭാഗമായി വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും വിവിധ സർവീസ് സഹകരണ ബാങ്കുകളുടെയും പാടശേഖര സമിതികളുടെയും കാർഷിക വികസന സമിതിയുടെയും ഇതര കർഷക ഗ്രൂപ്പുകളുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി നടത്തിയത്. ആന്റണി ജോൺ MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചുരുക്കം യഥാർത്ഥത്തിൽ മലയാളികൾക്ക് ഒരു പ്രതീക്ഷയുടെ ഒരു സന്ദേശമാണ് നമുക്കെല്ലാവർക്കും നൽകുന്നത്. ഇപ്പോൾ വയനാട് ദുരന്തം എന്ന നിലയിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ സമാനതകളില്ലാത്തൊരു ദുരന്തമാണ് വയനാട്ടിൽ ഉണ്ടായത് എന്നതുകൊണ്ട് തന്നെ ആ ദുരന്തത്തിന്റെ ഒരു വ്യാപ്തി അല്ലെങ്കിൽ പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയുന്നതൊന്നല്ല വയനാട്ടിൽ നമുക്ക് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇത്തരത്തിൽ പരിമിതമായ നിലയിൽ ഈ ചടങ്ങുകളൊക്കെ സംഘടിപ്പിച്ച് മുന്നോട്ട് പോകുന്നത്. ഇന്ന് കാലാവസ്ഥാ വ്യതിയാനവും ആഗോളതാപനവും എല്ലാം കാർഷിക മേഖലയ്ക്ക് വലിയ പ്രതിസന്ധിയാണ് നമുക്ക് വരുത്തിയിട്ടുള്ളത്. അത് കഴിഞ്ഞ കുറച്ച് വർഷത്തെ ഒരു നമ്മുടെ അനുഭവം മാത്രം പരിശോധിച്ചാൽ 2018 മുതൽ ഇങ്ങോട്ട് മഹാപ്രളയവും പിന്നീട് വന്ന വെള്ളപ്പൊക്കവും പിന്നീട് ഓരോ വർഷവും നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് വിപരീതമായ കാലാവസ്ഥയും പ്രകൃതിയും ഒക്കെ ആ നിലയിലുള്ള ഒരു സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ കർഷകർ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. വാരപ്പെട്ടി കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു. കോതമംഗലം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പ്രിയമോൾ തോമസ് പദ്ധതി വിശദീകരണം നടത്തി. ചടങ്ങിൽ മികച്ച കർഷകരെ ആദരിച്ചു. വാഴ, കപ്പ, ഇഞ്ചി, മഞ്ഞൾ, പശുകൃഷിയുണ്ട്, പാടത്തിന് കൃഷി ചെയ്യുന്നു. തുടർന്ന് കൃഷിയുമായി ബന്ധപ്പെട്ട ക്വിസ് മത്സരവും നടത്തി. സമ്മാനങ്ങളും വിതരണം ചെയ്തു. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റാണിക്കുട്ടി ജോർജ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസാമോൾ ഇസ്മായിൽ, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ MS ബെന്നി, KM സെയ്ദ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ KK ഹുസൈൻ, ദിവ്യ സലി, പ്രിയ സന്തോഷ്, ഷജി ബസി, കൃഷി ഓഫീസർ സൗമ്യ സണ്ണി, സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റുമാരായ AS ബാലകൃഷ്ണൻ, ഹാൻസി പോൾ, MM അലിയാർ, ജില്ലാ കാർഷിക വികസന സമിതി അംഗം KS അലിക്കുഞ്ഞ്, കാർഷിക കർമ്മസേനാംഗം ഷാജി വർഗീസ്, കാർഷിക വികസന സമിതി അംഗങ്ങളായ K ഗോപി, MI കുര്യാക്കോസ്, പാടശേഖര സമിതി സെക്രട്ടറി ജോസ് K തോമസ്, കൃഷി അസിസ്റ്റന്റുമാരായ ഉനൈസ് PE, ബിൻസി ജോൺ എന്നിവർ പങ്കെടുത്തു. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ MCS ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ.